कलिजीतं कल्मषापहं श्रवणमङ्गलं श्रीमदाननं भुवि गणन्ति भूरिदा जना। ഈശ്വര സൃഷ്ടിയിൽ നാനാതരത്തിലുള്ള മനുഷ്യരും ജന്തുക്കളും മരങ്ങളും ചെടികളുമുണ്ട്. മൃഗങ്ങളുടെ കിടയിൽ ഉണ്ട് നല്ലവരും ചീത്തവരും. യാത്രകളെ പോലെ ഹിംസജന്തുക്കളും മരങ്ങളുടെ കൂട്ടത്തിൽ അമൃതരസമായ പഴമ നിറഞ്ഞവയും വിഷഫലങ്ങൾ ഉള്ളവയുമുണ്ട്. അതുപോലെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ട് നല്ലയാളുകളും ചീത്തയാളുകളും, ശിഷ്ടന്മാരും ദുഷ്ടന്മാരും, സംസാരാസക്തരും പിന്നെ ഭക്തന്മാരും. ജീവന്മാർ 4 തരമുണ്ട്: ബദ്ധൻ, മുക്തൻ, നിത്യമുക്തൻ. നാരകാദികളെ പോലെ ഇവർ മനുഷ്യരുടെ സമ്പത്തിന് വേണ്ടി, മനുഷ്യർക്ക് ആധ്യാത്മിക ശിക്ഷണം നൽകുന്നതിന് വേണ്ടി ലോകത്തിൽ ജീവിക്കുന്നു. ബദ്ധജീവൻ വിഷയാസക്തനായി കഴിയുന്നു. ഭക്തനെ ഭഗവാനെ മറന്നു കളയുന്നു. അബദ്ധത്തിൽ പോലും ഭഗവത് ചിന്ത ചെയ്യുകയില്ല. മുമുക്ഷുജീവൻ മുക്തനാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ. എന്നാൽ അവരിൽ ചിലർക്ക് മുക്തരാകാൻ സാധിക്കുന്നു, ചിലർക്ക് സാധിക്കുന്നില്ല. മുക്തജീവൻ. സന്യാസിമാരും മഹാത്മാക്കളും സംസാരത്തിലെ കാമിനി കാചനങ്ങളിൽ അവർ പിന്നെ ബദ്ധരല്ല. മനസ്സിൽ വിഷയചിന്തകളില്ലാത്ത സർവദാ ഹരിപാദ പത്മ ചിന്ത ചെയ്യുക. ഒരു തടാകത്തിൽ മീൻ പിടിക്കാൻ വല വീശിയിരിക്കുന്നു. 2-4 മത്സ്യങ്ങൾ ഒരിക്കലും വലയിൽ അകപ്പെടാതിരിക്കുമാറ് സമർത്ഥരാണ്. ഇവയെ നിത്യമുക്തന്മാരോട് ഉപമിക്കാം. എന്നാൽ അധികം മത്സ്യങ്ങളും വലയിൽ കുടുങ്ങും. അവയിൽ ചിലവ പുറത്തു ചാടാൻ ഇടയുന്നു. ഇവ മുമുക്ഷു ജീവന്മാരെ പോലെയാണ്. എന്നാൽ എല്ലാത്തിലും പുറത്തു ചാടാൻ കഴിയുന്നില്ല. 2-4 എന്ന വലയ്ക്ക് പുറത്തു ചാടുന്നു. അപ്പോൾ മീൻപിടുത്തക്കാർ വിളിച്ചു പറയുന്നു, അതാ പോയി ഒരു വലിയ മീൻ. എന്നാൽ വലയിൽ അകപ്പെട്ട അധിക എണ്ണത്തിന് പുറത്തു കടക്കാൻ ഇടയില്ല. പുറത്തു ചാടാൻ ഒട്ടും ശ്രമിക്കുന്നുമില്ല. നേരെ മറിച്ച് വലയിൽ വായിലാക്കി കുളത്തിലെ ചെടിക്കുള്ളിൽ അനങ്ങാതെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. വിചാരിക്കുന്നു, ഇനി ഭയപ്പെടാനൊന്നുമില്ല, നമുക്ക് നമുക്ക് സുഖം. എന്നാൽ വലക്കാർ ഏലേസോ എന്ന് വിളിച്ചുകൊണ്ട് വലയോടുകൂടി അവരെ വലിച്ച് കരയ്ക്കടിക്കുന്നു. പാവങ്ങൾ എന്താ ചെയ്യുന്നില്ല? ഇവ ബദ്ധ ജീവന്മാരെ പോലെയാകുന്നു. സംസാരസക്തൻ ബദ്ധജീവൻ. ശ്രീരാമകൃഷ്ണദേവൻ. ബദ്ധജീവന്മാർ സംസാരത്തിലെ കാമിനിയും കാഞ്ചനങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു. കൈയും കാലും കെട്ടുപാടി. ഈ സംസാരത്തിലെ കാമിനിയിൽ നിന്നും കാഞ്ചനത്തിൽ നിന്നും സുഖമുണ്ടാകുമെന്ന് കരുതി നിർഭയം വസിക്കുകയും ചെയ്യുന്നു. അതുമൂലം നാശമടങ്ങുമെന്ന് അവരറിയുന്നില്ല. ബദ്ധജീവൻ മരിക്കാറാകുമ്പോൾ അയാളുടെ വീട്ടുകാരെ ചോദിക്കുന്നു, നിങ്ങൾ പോകാൻ പോകുന്നു, എനിക്കെന്ത് ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്? കൂടാതെ അയാളുടെ മായാബന്ധത്തിന്റെ ആധിക്യം മൂലം കിഴക്കിലെ തിരി നല്ലതുപോലെ കത്തുന്നത് കണ്ടാൽ അയാൾ പറയും, എണ്ണ വളരെ ചെലവാകും, തിരി താഴ്ത്തു. അവർ മരണശൈലിയിൽ കിടക്കുകയാണ്. ബദ്ധജീവന്മാർ ഈശ്വര ചിന്ത ചെയ്യുകയില്ല. സമയം കിട്ടിയാൽ മണ്ണും പടാക്ഷിയും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് ചെയ്യുന്നു. ചോദിച്ചാൽ പറയും, എനിക്ക് ചുമ്മാ ഇരിക്കാൻ വയ്യ, അതുകൊണ്ട് വേര് കെട്ടില്ല. നേരം കളയാൻ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ചീട്ട് കളിക്കാൻ തുടങ്ങുകയായി. സകലം സ്തംഭിച്ചിരിക്കുന്നു. അധ്യായം 6. ഒരു ഭക്തൻ. സ്വാമി, അപ്പോൾ സംസാരത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഉപായമില്ലെന്നോ? ശ്രീരാമകൃഷ്ണദേവൻ. തീർച്ചയായും വഴിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സത്സംഗം ചെയ്യണം. കൂടാതെ കൂടെ ഏകാന്തത്തിൽ പോയിരുന്ന ഈശ്വര ചിന്ത ചെയ്യണം. എന്നിട്ട് വിചാരം ചെയ്യണം. അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കണം. അടിയന് ഭക്തിയും വിശ്വാസവും നൽകിയാലും വിശ്വാസം ഉണ്ടായാൽ എല്ലാമായി. വിശ്വാസത്തെക്കാൾ മീതെ യാതൊന്നുമില്ല. കേട്ടാലുമാണ് വിശ്വാസത്തിന്റെ ശക്തി
എത്ര വലുതാണെന്ന് നീ കേട്ടിട്ടുണ്ടോ? സാക്ഷാൽ പൂർണ്ണ ബ്രഹ്മനാരായണനായ രാമചന്ദ്രൻ ലങ്കയ്ക്ക് പോകാൻ സേതു ലഭിക്കേണ്ടതായുള്ളൂ എന്ന് പുരാണത്തിലുണ്ട്. എന്നാൽ ഹനുമാൻ രാമനാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒറ്റ കുറിപ്പിന് കടലിനക്കരയെത്തി. അദ്ദേഹത്തിന് സേതുവിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചിരിക്കുന്നു. വിഭീഷണൻ ഒരു ഇലയിൽ രാമനാമം എഴുതി ഒരാളുടെ തുണിത്തുമ്പ് കെട്ടിക്കൊടുത്തു. അയാൾ കടലിനക്കരെ പോവുകയാണ്. വിഭീഷണൻ അയാളോട് പറഞ്ഞു, നിനക്ക് ഭയം വേണ്ട, നീ വിശ്വാസപൂർവ്വം ജലത്തിന് മുകളിൽ കൂടി നടന്നു കൊടുക്കുക. പക്ഷെ നോക്കൂ, അവിശ്വാസം തോന്നിയാൽ അതോടെ വെള്ളത്തിൽ വീഴും. ആ മനുഷ്യൻ ജലത്തിന് മേലെ സുഖമായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ എന്താണ് തുണിത്തുമ്പ് കെട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് നോക്കണമെന്നായിരുന്നു. പെട്ടെന്ന് കഠിനമായ ആഗ്രഹം തോന്നി. തുറന്നു നോക്കിയപ്പോൾ വെറും രാമനാമം മാത്രം എഴുതി വെച്ചിരുന്നു. അയാൾക്ക് തോന്നി, ഇതെന്ന് വെറും രാമനാമം മാത്രം എഴുതി വെച്ചിരിക്കുന്നു. അവിശ്വാസം ബാധിച്ചപ്പോഴും അയാൾക്ക് ആഗ്രഹം തോന്നി. വിശ്വാസമുള്ളവന് അവൻ മഹാപാതകം ചെയ്താലും ഗോഹത്യ, ബ്രഹ്മഹത്യ, സ്ത്രീഹത്യ ഇവയെ ചെയ്താലും ഭഗവാനിലുള്ള വിശ്വാസബലം കൊണ്ട് പുതിയ പാപത്തിൽ നിന്ന് പോലും മോചനം എടുക്കാൻ സാധിക്കും. ഞാനിനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയില്ല എന്നയാൾ ഭഗവാനോട് പറഞ്ഞാൽ പിന്നെ ഒന്നുകൊണ്ടും അയാൾക്ക് ഭയം വേണ്ട. ഇതും പറഞ്ഞ് ഇദ്ദേഹം പാടാൻ തുടങ്ങി. നരേന്ദ്രന്റെ കാര്യം വന്നു. ശ്രീരാമകൃഷ്ണൻ ഭക്തന്മാരോട് പറഞ്ഞു, ഈ പയ്യനെ കാണുന്നില്ലേ, ഇവൻ ഇവിടെ ഇങ്ങനെ ഒരു പുഷ്പിക്കുട്ടൻ അച്ഛൻ്റെ മലയിൽ ഇരിക്കുമ്പോൾ എത്ര മര്യാദക്കാരനാണെന്നോ. എന്നാൽ പടിപ്പുരയിൽ പോയി വിളയാടുമ്പോൾ വേഷമൊന്ന് വേറെ. അവൻ നിത്യസിദ്ധന്മാരുടെ കൂട്ടത്തിലാണ്. അവരൊരിക്കലും സംസാരത്തിൽ ബദ്ധരാകുകയില്ല. അല്പം പ്രായമാകുമ്പോൾ ബോധോദയം ഉണ്ടാകും. ഉടനെ ഭഗവാന്റെ നേരെ പോകുന്നു. ആളുകളെ പഠിപ്പിക്കുന്നതിനാണ് ഇവർ ലോകത്തിൽ വരുന്നത്. ഇവർക്ക് ലൗകിക വസ്തുക്കളൊന്നും സുഖമായി തോന്നുന്നില്ല. ഇവരൊരിക്കലും കാമിനി കാഞ്ചനത്തിൽ ആസക്തരുമാകുന്നില്ല. ഹോമകൃഷിയുടെ കഥ വേഗത്തിലുണ്ട്. ആകാശത്തിൽ വളരെ ഉയരത്തിലാണ് പറക്കുന്നത്. അവിടെ ആകാശത്തിൽ അത് മുട്ടയിടും. ഇട്ട മുട്ട ഉടനെ താഴോട്ട് വീഴുന്നു. വളരെ ഉയരത്തിലായതുകൊണ്ട് അനേക ദിവസം വീണുകൊണ്ടിരിക്കുമ്പോൾ വിരിയുന്നു. അപ്പോഴത്തിന് വീഴുന്നതോടെ അവൻ്റെ കണ്ണ് വിടർന്നു, ചിറകും മുളയ്ക്കുന്നു. കണ്ണ് വിടരുന്നതോടെ താൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും മണ്ണിൽ ചെന്ന് വീണാൽ കള്ളുപൊടിയാകുമെന്നും അത് കാണുന്നു. ഉടനെ ആ പക്ഷി അമ്മയുടെ അടുക്കലേക്ക് കുതിക്കുന്നു, ഉച്ചത്തിലേക്ക് ഉയരുന്നു. നരേന്ദ്രൻ എഴുന്നേറ്റ് പോയി. ഏതായാലും പ്രാണകൃഷ്ണൻ മാത്രം മുതലാളി അനേകം പേർ സഭയിലുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ഭക്തരോട്, നോക്കൂ, പാടുന്നതിനും വാദ്യം വായിക്കുന്നതിനും എഴുതുന്നതിനും വായനയിലുമെല്ലാം നരേന്ദ്രൻ മിടുക്കനാണ്. അന്നൊരു ദിവസം കേദാരനുമായി തർക്കമുണ്ടായി. കേദാറിന്റെ വാദങ്ങളെല്ലാം ഒന്നുണ്ടായി ചെയ്ത് കളഞ്ഞു. ഭഗവാനും മറ്റുള്ളവരിലുമെല്ലാം ചിരിക്കുന്നു. മാസ്റ്ററുടെ തർക്കത്തെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ വല്ല പുസ്തകവുമുണ്ടോ? മാസ്റ്റർ ഉണ്ട്. ഇംഗ്ലീഷിൽ ന്യായശാസ്ത്രമുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ, കൊള്ളാം. അതെങ്ങനെയിരിക്കും? കുറച്ച് പറയൂ. കേൾക്കട്ടെ. മാസ്റ്റർ വിഷമത്തിലായി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ സാധാരണ സിദ്ധാന്തത്തിൽ നിന്നും വിശേഷ സിദ്ധാന്തത്തെ അനുമാനിക്കുക. മനുഷ്യരെല്ലാം മരിക്കും. പണ്ഡിതന്മാരും മനുഷ്യരാണ്. അതുകൊണ്ട് അവരും മരിക്കും. ഇപ്രകാരം ഇനി വേറെ ഒന്നുമില്ല. വിശേഷ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അഥവാ സംഗതിയിൽ നിന്ന് സാധാരണ സിദ്ധാന്തത്തിൽ എത്തിച്ചേരാൻ ഉദാഹരണമായി ഈ കാക്ക കറുത്തതാണ്, ആ കാക്കയും കറുത്തതാണ്. എത്ര കാക്കയെ കണ്ടിട്ടുണ്ടോ അവയെല്ലാം കറുത്തതാണ്. അതുകൊണ്ട് കാക്കകളെല്ലാം കറുത്തവരാണ്. എന്നാൽ ഇത്തരത്തിൽ സിദ്ധാന്തത്തിൽ എത്തിയാൽ തെറ്റ് വരാനിടയില്ല. കാരണം തേടി എവിടെയെങ്കിലും ഒരു വെളുത്ത കാക്കയെ കണ്ടെത്തിയെന്ന് വരാം. വേറൊരു ദൃഷ്ടാന്തം, എവിടെ മഴയുണ്ടോ അവിടെ കാറുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടാൽ. അങ്ങനെ മഴക്കാറിൽ നിന്ന് മഴയുണ്ടാകും എന്ന സാധാരണ സിദ്ധാന്തം ലഭിക്കുന്നു. ഇനിയും വേറെ ഒരു ഉദാഹരണം. ഈ മനുഷ്യന് 32 പല്ലുണ്ട്, ആ മനുഷ്യന് 32 പല്ലുണ്ട്.
നാം കാണുന്ന ആളുകൾക്കെല്ലാം മുപ്പത്തിരണ്ട് പല്ലുണ്ട്. അതുകൊണ്ട് സർവ്വമനുഷ്യർക്കും പല്ല് 32. ഇത്തരം സാധാരണ സിദ്ധാന്തങ്ങളുടെ ചർച്ച ഇംഗ്ലീഷ് ന്യായശാസ്ത്രത്തിലുണ്ട്. ശ്രീരാമകൃഷ്ണൻ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കെ അന്യമനസ്കനായി. ചുരുക്കത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംഭാഷണം അഭ്യർത്ഥിക്കുന്നില്ല. ഈശാവതാരം പരമേശ്വരേഭ്യം രാമകൃഷ്ണം ശിരസാ